കടുപ്പത്തിലൊരു കഥയുടെ 10ാമത്തെ എപ്പിസോഡാണല്ലോ. ഇതുവരെയുള്ള കഥകൾ കേൾക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത എല്ലാവരോടും ഹൃദയം നിറയെ സ്നേഹം. ഈ പിന്തുണ എന്നും ഒപ്പമുണ്ടാകും എന്ന ധൈര്യത്തിലാണ് മുൻപോട്ടുള്ള യാത്ര. ഈ 10ാമത്തെ എപ്പിസോഡിൽ നമുക്ക് കഥയ്ക്ക് പകരം അല്പം കാര്യം പറയാം. എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങൾക്കൊപ്പം ജ്യോതി ഹരിദാസ്. ചിത്രശലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാകാനും മനുഷ്യനാകാനും നിന്റെ ചുണ്ടിലെ മുത്തമാകാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗനചാരി ഞാൻ ഗന്ധർവൻ. ഈ ഒരാമുഖം കേൾക്കുമ്പോഴേ എല്ലാവർക്കും അത് ആരുടെ സൃഷ്ടിയാണെന്ന് മനസ്സിലേക്ക് വരാതിരിക്കില്ല. അതെ, പത്മരാജൻ എന്ന അതുല്യ പ്രതിഭയുടെ അനുഗ്രഹീത തൂലികയിൽ നിന്ന് വന്ന വരികളാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പത്മരാജൻ എന്ന സിനിമാക്കാരൻ ഉണ്ടാവും മുൻപേ തന്നെ അദ്ദേഹം ഒരു സാഹിത്യകാരനായിരുന്നു. മികച്ച കലാസൃഷ്ടികൾ വരും തലമുറയായിരിക്കും ആഘോഷിക്കുക എന്ന് പറഞ്ഞു വെച്ച മനുഷ്യൻ. എഴുത്തിൻ്റെ ലോകത്ത് തൻ്റെ സ്ഥാനമുറപ്പിക്കാൻ ആവശ്യമായ സർഗാത്മകത ആവോളം കയ്യിലുണ്ടാവുകയും അത് തിരിച്ചറിയുകയും ചെയ്തിരുന്ന പത്മരാജൻ പത്മനാഭൻ പിള്ള എന്ന സാഹിത്യകാരനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൽ ആലപ്പുഴയിലെ ഹരിപ്പാടിനടുത്തുള്ള മുതുകുളം എന്ന സ്ഥലത്താണ് ജനനം. സംസ്കൃതം ഗുരുമുഖത്ത് നിന്ന് പഠിച്ച അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ആകാശവാണിയിൽ ജോലിക്ക് ചേർന്നു. പിന്നീടാണ് സാഹിത്യരംഗത്തേക്കും അതുവഴി സിനിമാ ലോകത്തേക്കും എത്തിച്ചേരുന്നത്. കാലത്തിന് മുൻപേ സഞ്ചരിച്ച ആ പ്രതിഭയുടെ രചനകളും സിനിമയും ഇന്നത്തെ തലമുറയും നെഞ്ചേറ്റുന്നു. സമൂഹത്തിലെ പെരിഫറൽ അഥവാ ഉപരിപ്ലവമായ ഘടകങ്ങൾ, അസൂയ, വഞ്ചന, പ്രണയം, അഭിനിവേശം, സ്വാതന്ത്ര്യവാദം, മനുഷ്യ മനഃശാസ്ത്രം ഇവയൊക്കെയാണ് പത്മരാജൻ കഥകൾ പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത്. പത്മരാജൻ്റെ കഥകളിലെ ചിലത് മലയാള സാഹിത്യത്തിലെ ഏറ്റവും മികച്ചവയായി കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ കഥയായ ലോലയോടുള്ള പ്രണയം ഇന്നും മലയാളിക്ക് തീർന്നിട്ടില്ല. തൻ്റെ കഥകളിലെ സങ്കീർണവും ആഴമേറിയതുമായ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച പത്മരാജൻ്റെ പ്രചോദനം യഥാർത്ഥ ജീവിതത്തിലെ ആളുകളും അദ്ദേഹം കണ്ട സാഹചര്യങ്ങളും തന്നെയായിരുന്നു. ഗ്രാമീണ കർഷകരുടെ പോരാട്ടങ്ങളും നഗരബന്ധങ്ങളുടെ സങ്കീർണതകളും ഒരേ വൈദഗ്ധ്യത്തോടെ പത്മരാജൻ തൻ്റെ രചനകളിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. കഥാപാത്രങ്ങളും അവർ കടന്നു പോകേണ്ടി വരുന്ന അവസ്ഥാന്തരങ്ങളും പരസ്പരം തമ്മിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ബന്ധങ്ങളുമൊക്കെ അദ്ദേഹം തൻ്റെ രചനകളിൽ കൈകാര്യം ചെയ്യുന്ന രീതി, എഴുത്തിൻ്റെ ആ ഒരു ക്രാഫ്റ്റ് വരും തലമുറയ്ക്ക് അല്ലെങ്കിൽ സാഹിത്യത്തിലെ തുടക്കക്കാർക്ക് എന്നും പഠനാർഹമായ ഒരു മാർഗദർശി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ചെറുകഥകളെ അവലംബിച്ചുള്ള സിനിമകൾ എല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുമുണ്ട്. ചലച്ചിത്രകാരൻ എന്ന നിലയിൽ ആർജിച്ച അതിപ്രശസ്തി മൗലിക സാഹിത്യകാരനായ പത്മരാജൻ്റെ സവിശേഷ സംഭാവനകളെ അദൃശ്യവൽക്കരിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും മികച്ച ചില കഥകൾ എഴുതിയ പത്മരാജനെ നിരൂപകർക്ക് പോലും സമീപിക്കുവാൻ കഴിയാതെ പോയതിൻ്റെ കാരണവും മറ്റൊന്നല്ല. ചലച്ചിത്ര രംഗത്തേക്ക് കടന്ന ശേഷം സാഹിത്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാനാവുന്നില്ല എന്ന തോന്നൽ ശക്തമായുണ്ടായിരുന്ന പത്മരാജനോട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മറുപടി കൊടുത്തത് ഇങ്ങനെയാണ്: എനിക്ക് ഏറ്റവും ഇഷ്ടം ഏറ്റവും പുതിയ പുസ്തകങ്ങൾ വിൽക്കുന്ന ബുക്ക് സ്റ്റോളുകൾ, ഏറ്റവും പുതിയ ഇംഗ്ലീഷ് പടങ്ങൾ വരുന്ന സിനിമാ തിയേറ്ററുകൾ, നല്ല ലൈബ്രറികൾ. ചലച്ചിത്രവും സാഹിത്യവും ഒരേപോലെ കൊണ്ടു നടക്കണം എന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നിരിക്കണം ഇങ്ങനെയൊരു മറുപടിക്ക് പിന്നിൽ. 90-ലെ കലാസാഹിത്യ രംഗത്തെ നേട്ടങ്ങളുടെ കണക്കെടുപ്പിൽ ഏറ്റവും നല്ല 10 സാഹിത്യകൃതികളിൽ ഒന്നായി പ്രശസ്ത നിരൂപകനായിരുന്ന ശ്രീ KP അപ്പൻ തിരഞ്ഞെടുത്തത് പത്മരാജൻ്റെ പ്രതിമയും രാജകുമാരിയും എന്ന നോവലാണ്. ആ വർഷത്തെ ഏറ്റവും നല്ല ചലച്ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പത്മരാജൻ്റെ ഇന്നലെയായിരുന്നു.
ജീവിച്ചതിന് ഒരർത്ഥമുണ്ടായി എന്നായിരുന്നു ഇതേക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. 2 രംഗങ്ങളിലും ഒരേപോലെ പേരെടുക്കുക എന്ന അപൂർവത പത്മരാജന് സ്വന്തമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ സാഹിത്യകാരൻ എന്നും അതൃപ്തനായിരുന്നു. മനസ്സ് ദാഹിച്ചതുപോലെയുള്ള ഒരു കൃതി രചിക്കാൻ ഒരിക്കലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പൂർണ്ണതയെക്കുറിച്ചുള്ള ആ സ്വപ്നം അദ്ദേഹത്തോടൊപ്പം പൊലിഞ്ഞു പോയിരിക്കുന്നു. സഹധർമ്മിണിയായിരുന്ന രാധാലക്ഷ്മി പത്മരാജൻ വിഷമത്തോടെ പത്മരാജൻ എൻ്റെ ഗന്ധർവൻ എന്ന തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ പറയുന്നു. അവസാന സിനിമയായ ഞാൻ ഗന്ധർവൻ തിരക്കഥ എഴുതുവാനായി അതിവിശദമായ അതീവ ഗഹനമായ തയ്യാറെടുപ്പുകൾ അദ്ദേഹം നടത്തിയിരുന്നു. എന്തുകൊണ്ടോ ആ ഒരു തിരക്കഥ എഴുതും മുൻപ് തന്നെ അദ്ദേഹം നിർവചിക്കാനാവാത്ത ഏതൊക്കെയോ ആപത്ശങ്കകളിൽ അകപ്പെട്ടിരുന്നു. ധാരാളം മുന്നൊരുക്കങ്ങൾ നടത്തിയ ഒപ്പം തന്നെ പല പൂജകളും കഴിച്ച ശേഷമാണ് അവസാന സിനിമയിലേക്ക് കടന്നത്. ഭോജരാജാവിനാൽ എഴുതപ്പെട്ടതാണ് എന്ന് പറയപ്പെടുന്ന കർമ്മകാന്ഡം എന്ന ഗ്രന്ഥത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വട്ടെഴുത്ത് എന്നറിയപ്പെടുന്ന ലിപിയിൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥം വായിച്ച് അർത്ഥം പറയാൻ കഴിവുള്ള ആരും ഇന്ന് ജീവിച്ചിരിപ്പുള്ളതായി അറിയില്ല. 1990 വരെ ചിറ്റൂരിലെ പട്ടഞ്ചേരി എന്ന സ്ഥലത്ത് ആ ഗ്രന്ഥം വായിച്ചുകൊണ്ടിരുന്ന ഒരു ജ്യോത്സ്യനുണ്ടായിരുന്നു. തൻ്റെ സ്വപ്ന ചലച്ചിത്രമായിരുന്ന ഞാൻ ഗന്ധർവൻ തുടങ്ങും മുൻപ് അദ്ദേഹത്തെ സമീപിക്കാൻ പത്മരാജൻ ശ്രമിച്ചിരുന്നു. എന്തുകൊണ്ടോ അത് സാധിച്ചില്ല. ഗന്ധർവനെക്കുറിച്ചുള്ള വിവരശേഖരണത്തിനായി അദ്ദേഹം പുരാണങ്ങളിൽ അവഗാഹമുള്ള പലരെയും സമീപിക്കുകയും ആവശ്യമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. പ്രസിദ്ധ നിരൂപകനും പണ്ഡിതനുമായിരുന്ന എം കൃഷ്ണൻ നായർ സാർ കിട്ടാവുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ച് ഗന്ധർവനെക്കുറിച്ച് ഒരു സ്റ്റഡി ക്ലാസ് തന്നെ എടുത്തിരുന്നു. ഒരു സിനിമ ചെയ്യാൻ ഇത്രയൊക്കെ സ്ട്രെയിൻ എടുക്കണോ എന്ന് സംശയിച്ചവരുമുണ്ടായിരുന്നു. ചെയ്യുന്ന ജോലിയോട് അങ്ങേയറ്റത്തെ ആത്മാർത്ഥത കാണിക്കണം. പണമുണ്ടാക്കൽ മാത്രം ആവരുത് ലക്ഷ്യം. അതായിരുന്നു എക്കാലവും പത്മരാജൻ്റെ പോളിസി. ജനപ്രിയതയിലും സൗന്ദര്യാത്മക മൂല്യത്തിലും മികച്ചു നിൽക്കുന്ന പത്മരാജൻ്റെ ചലച്ചിത്രാവിഷ്കാരങ്ങൾ സമാന്തര സിനിമകൾ എന്ന വിശേഷണത്തിലൂടെ എന്നും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. നോവലുകളും ചെറുകഥകളും തിരക്കഥയും സിനിമകളും ഒക്കെ 46 വർഷത്തെ തൻ്റെ ചെറിയ ജീവിത കാലയളവിൽ ചെയ്തു തീർത്ത് നമ്മോട് വിട പറഞ്ഞ പത്മരാജൻ്റെ എല്ലാ വർക്കുകളും ക്ലാസിക് എന്ന ഗണത്തിൽ പെടുത്താൻ പറ്റുന്നവയാണ്. മഹതാമിശ്ര നരകത്തിലെ വിഷശൂലങ്ങളും സർപ്പങ്ങളും ചോര വഴുക്കുന്ന തറയും ഗന്ധർവന് വേണ്ടി ദാഹിച്ചു നിൽക്കുന്നു. ഒരു പോംവഴി, ഒരേ ഒരു പോംവഴി, ത്രികാലജ്ഞനായ നിന്റെ പിതാവ് നിന്നെ അറിയിക്കുന്നു. നിന്റെ പാതിയാവാൻ വെമ്പി നിൽക്കുന്ന ഈ ഭൂമി കന്യകയുടെ ഉള്ളിൽ നിന്ന് നിന്റെ ഓർമ്മയും നിന്റെ ഉള്ളിൽ നിന്ന് അവളുടെ ഓർമ്മയും മായ്ച്ചു കളഞ്ഞിട്ട് ഭൂമിയും സ്വർഗവും തമ്മിലുള്ള ബന്ധം അറുത്ത് കളഞ്ഞ് ഇവിടെ നിന്ന് യാത്ര ആരംഭിച്ചാൽ നിന്റെ ശിക്ഷകളുടെ കാഠിന്യം കുറഞ്ഞു കിട്ടും. വാണിജ്യ സിനിമയിൽ ഒരു തിരക്കഥയിലെ വരികൾക്ക് ഇത്ര ഗാംഭീര്യത്തിൻ്റെ ആവശ്യമില്ല. വാചകങ്ങൾക്ക് ഇത്ര ഘടനാഭംഗിയും ആവശ്യപ്പെടുന്നില്ല. എന്നാൽ എഴുതുന്നത് പത്മരാജനാവുമ്പോൾ കേൾക്കുന്നവരെ വിസ്മയിപ്പിക്കുന്ന ദൃശ്യചാരുത പകരാൻ വാക്കുകൾക്ക് തന്നെ കഴിയും. ഇതേ സിനിമയിലെ ആ സാഹിത്യ ഭംഗിക്ക് മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. സൂര്യസ്പർശമുള്ള പകലുകളിൽ ഇനി നീയില്ല. പകലുകൾ നിന്നിൽ നിന്ന് ചോർത്തിക്കളഞ്ഞിരിക്കുന്നു. ചന്ദ്രസ്പർശമുള്ള രാത്രികളോ. നിനക്കിനി ആകെയുള്ളത് ഇന്നത്തെ ഈ രാത്രി മാത്രം. ഇന്നത്തെ രാത്രി, ഈ രാത്രിയുടെ 17ാമത്തെ കാറ്റ് വീശുമ്പോൾ നീ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകും. ഒരിക്കലും തിരിച്ചുവരവില്ലാത്ത യാത്ര. മാസ്മരികതയുള്ള ഈ വരികൾക്ക് സരസ്വതി സ്പർശമുള്ള ഒരു തൂലികയിൽ നിന്ന് മാത്രമേ വരാനാവുകയുള്ളൂ. വാക്കുകൾ കൊണ്ട് തന്നെ ദൃശ്യാനുഭവം സൃഷ്ടിക്കുന്ന പത്മരാജൻ മാജിക്. മലയാള സാഹിത്യത്തിന് ആധുനികതയുടെ മുഖഛായ നൽകുന്നതിലും നമ്മുടെ മുഖ്യധാരാ സിനിമയെ നവീകരിക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ച പ്രതിഭയാണ് ശ്രീ പത്മരാജൻ. വിശദമായ തിരക്കഥ രചനാ രീതിക്കും ആവിഷ്കൃതമായ സംവിധാന ശൈലിക്കും പേര് കേട്ടിരുന്ന അദ്ദേഹത്തിന് അതിനുള്ള അടിത്തറ ഉണ്ടാക്കിയത് സാഹിത്യ മികവും ഭാഷാ സ്വാധീനവും തന്നെയായിരുന്നു. 1972
കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നക്ഷത്രങ്ങളെ കാവൽ എന്ന കൃതി പുരസ്കാരങ്ങളുടെയും നേട്ടങ്ങളുടെയും കാര്യത്തിൽ ഒരു തുടക്കം മാത്രമായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് നിരവധി ദേശീയ പുരസ്കാരങ്ങളും കേരള സംസ്ഥാന അവാർഡുകളും നേടിയ പത്മരാജൻ മികച്ച കഥകൾക്കുള്ള പുരസ്കാരങ്ങൾക്കും അർഹനായി. സംവിധാനം ചെയ്ത എല്ലാ സിനിമകളുടെയും തിരക്കഥ അദ്ദേഹം തന്നെയാണ് രചിച്ചത് എന്നത് അദ്ദേഹത്തിന് മലയാള ഭാഷയിലും സാഹിത്യത്തിലും ഉണ്ടായിരുന്ന കൈത്തഴക്കത്തെയാണ് കാണിക്കുന്നത്. തികച്ചും വ്യത്യസ്തമായ തൻ്റെ പ്രമേയങ്ങളും അസാധാരണമായ അവയുടെ സർഗ സൗന്ദര്യവും കൊണ്ട് മലയാളിയുടെ ജീവിത ഭൂപടങ്ങളെ ഉജ്ജ്വലമാക്കിയവയാണ് പത്മരാജൻ കഥകൾ. ഋതുഭേദങ്ങളുടെ പാരിതോഷികം, അപരൻ, പുകക്കണ്ണട, കരിയിലക്കാറ്റുപോലെ, ഉദകപ്പോള, ലോല തുടങ്ങി പേരെടുത്ത് പറയാൻ എത്രയെത്ര. സാഹിത്യമാണെങ്കിലും സിനിമയാണെങ്കിലും കൈകാര്യം ചെയ്യുന്ന രീതികളിലെ വൈദഗ്ധ്യം മൂലം പത്മരാജൻ്റെ ആവിഷ്കാരങ്ങൾ എല്ലാം തന്നെ മനോഹരങ്ങളാണ്. മലയാളികളുടെ നാനാതരം വ്യാജബോധങ്ങളാൽ എഴുത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ട അനുഭവങ്ങളെയും സങ്കല്പങ്ങളെയും എഴുത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ പത്മരാജൻ എന്ന സാഹിത്യകാരൻ ഒരു സ്വതന്ത്ര കലാകാരനാവുകയായിരുന്നു. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് പത്മരാജനെ വ്യത്യസ്തനാക്കുന്നത്. ദൈവമേ, സ്നേഹത്തിൻ്റെ ചങ്ങലകൾക്ക് എന്തു ബലമാണ്! ജീവിതത്തെ നോക്കി വിസ്മയത്തോടെ സ്വയം ചോദിച്ച പത്മരാജനെ മലയാള സാഹിത്യം വേണ്ടത്ര അംഗീകരിച്ചിട്ടുണ്ടോ എന്നതിൽ സംശയമുണ്ട്. സിനിമയ്ക്ക് വേണ്ടി എഴുതുമ്പോൾ അതൊരു രണ്ടാം കിട സാഹിത്യം എന്നൊരു വേർതിരിവിൽ ആ പ്രതിഭയുടെ ആദ്യകാല സാഹിത്യ ക്ലാസിക്കുകളെ പോലും കാണാതിരിക്കുകയാണ് ചെയ്തത്. എഴുത്തും ദൃശ്യകലയും മന്ത്രസാന്ദ്രമാർന്ന ഭാഷയിൽ ആവിഷ്കരിച്ച ഈശ്വരാനുഗ്രഹം പതിഞ്ഞ ആ കരങ്ങളുടെ ഓർമ്മയ്ക്ക് മുന്നിൽ നിറയെ ആദരവോടെ ഇന്നത്തെ സെഷൻ നിർത്തട്ടെ. ഇനി അടുത്ത ആഴ്ച ഒരു കഥയുമായി നിങ്ങളെല്ലാവരെയും കാണാം. കടുപ്പത്തിൽ ഒരു കഥ എന്ന നമ്മുടെ ഈ ചാനൽ ഷെയർ ചെയ്ത് കൂടുതൽ പേരിലേക്ക് എത്തിക്കുമല്ലോ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പ്രത്യേകം പറയുന്നു. ബെല്ലൈക്കൺ മറക്കരുതേ. ഇനി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കും.